Hi friends, welcome back. Today, we are going to learn about something you did regularly in the past but no longer do. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത് യൂസ് ടുവിന്റെ ഉപയോഗമാണ്. യൂസ് ടു ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്? പാസ്റ്റിൽ ഒരു ഹാബിറ്റ് പറയാൻ, അതായത് പണ്ട് കാലത്ത് നമുക്കുണ്ടായിരുന്ന ഒരു ശീലം പറയാനാണ് യൂസ് ടു ഉപയോഗിക്കുക. ഒരു എക്സാമ്പിൾ നോക്കൂ. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാറുണ്ടായിരുന്നു. I used to wake up at 5 a.m. I used to wake up at 5 a.m. പക്ഷെ എനിക്ക് ഇപ്പോൾ ആ ഹാബിറ്റ് ഇല്ല, പണ്ടുണ്ടായിരുന്നതാ. ആ ഹാബിറ്റാണ് പറയുന്നത്. അപ്പം ഇങ്ങനെ യൂസ് ടു നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് നമ്മൾ സബ്ജക്റ്റ് വെക്കണം, അതിനുശേഷം യൂസ് ടു പ്ലസ് വെർബിന്റെ ഫസ്റ്റ് ഫോമാണ് വെക്കുക. ഇങ്ങനെയാണ് അതിന്റെ സ്ട്രക്ചർ കേട്ടോ. I used to wake up at 5 a.m. ഞാൻ എല്ലാ ദിവസവും രാവിലെ കോഫി കുടിക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എനിക്ക് ആ ശീലം ഇല്ല, ആ ഹാബിറ്റ് ഇല്ല ഇപ്പൊ. അപ്പൊ എങ്ങനെയാ പറയുന്നത്? I used to drink coffee every morning. I used to drink coffee every morning. ഞാൻ എൻ്റെ കസിൻ്റെ കൂടെ എൻ്റെ സ്കൂൾ ഹോളിഡേയ്സിലൊക്കെ ഞാൻ കളിക്കാറുണ്ടായിരുന്നു. I used to play with my cousins in my school holidays. I used to play with my cousins in my school holidays. അപ്പൊ ഇങ്ങനെയാണ് യൂസ് ടുവിന്റെ ഉപയോഗം. നെക്സ്റ്റ് നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷനുള്ള ഒരു ടോപ്പിക്കാണ് ബാക്ക് ആൻഡ് ബിഹൈൻഡ്. എപ്പോഴാണ് നമ്മൾ ബാക്ക് വെക്കുന്നത്, എപ്പോഴാണ് ബിഹൈൻഡ്? ഇതിന്റെ യൂസേജ് എങ്ങനെയാണെന്ന് നോക്കാം. ബാക്ക് എന്ന് പറഞ്ഞാൽ പിന്നിൽ, ഒരു പൊസിഷൻ പറയാൻ നമുക്ക് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ചു എന്നൊക്കെയുള്ള ഒരു മീനിങ്ങിലാണ്. തിരിച്ചു, പിന്നിൽ എന്നൊക്കെയാ. ഒരു എക്സാമ്പിൾ നോക്കൂ. പിന്നിലേക്ക് തിരിയൂ, ടേൺ ബാക്ക്. ടേൺ ബാക്ക്. തിരിച്ചു എന്നുള്ള മീനിങ്ങിൽ എങ്ങനെയാ? ഞാൻ ഉടനെ തിരിച്ചു വരും. ഐ വിൽ കം ബാക്ക് സൂൺ എന്ന് പറയാം. ഐ വിൽ കം ബാക്ക് സൂൺ. ഓക്കെ. ഇനി ബിഹൈൻഡ് നമ്മൾ എപ്പോഴാണ് വെക്കുക? ബിഹൈൻഡ് വെക്കുന്നത് ഏതെങ്കിലും ഒന്നിന്റെ പിറകിൽ, മറ്റൊന്നിന്റെ പിന്നിൽ എന്നൊക്കെയുള്ള ഒരു മീനിങ് കിട്ടാനാണ് നമ്മൾ ബിഹൈൻഡ് വെക്കുക. ഒരു എക്സാമ്പിൾ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എൻ്റെ വീടിന്റെ പിന്നിൽ, എൻ്റെ വീടിന്റെ പിറകില് ഒരു ഗാർഡൻ ഉണ്ട്. There is a garden behind my house. There is a garden behind my house. എൻ്റെ വീടിന്റെ പിന്നില് ഒരു ഗാർഡൻ ഉണ്ട്. ഓക്കെ. അവൻ എൻ്റെ പിന്നില് നിന്നു. ക്യൂയിൽ അവൻ എൻ്റെ പിന്നിൽ നിന്നു. He stood behind me in the queue. He stood behind me in the queue. അവൻ ക്യൂവിൽ എൻ്റെ പിറകിൽ നിന്നു. അപ്പോൾ ബാക്ക് ആൻഡ് ബിഹൈൻഡ് ഇതിന്റെ മീനിങ് മനസ്സിലായല്ലോ. If you like this video, please like, share and subscribe my channel. Thanks for watching.